ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സഹായിക്കാനോ അവരെ സംരക്ഷിക്കാനോ ലോകത്താരും തയ്യാറാവുന്നില്ല. ഇന്ത്യയിൽ മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് നിലവിളിക്കുന്ന ഐക്യരാഷ്ട്രസഭയോ അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘടനകളോ ഒന്നും ബംഗ്ലാദേശിന് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല. ഇവിടെ മുസ്ലിമുകൾക്ക് നേരെ വംശഹത്യ നടക്കുന്നു എന്ന വ്യാജ ആരോപണം ഉന്നയിക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾ ഒന്നും തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ദയനീയമായ സ്ഥിതിയെ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. എന്തിനേറെ ഹിന്ദു വിശ്വാസത്തിന്റെ അടിത്തറ രൂപപ്പെട്ട ലോകത്തെ ഏറ്റവും അധികം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഭാരതത്തിന്റെ ഭരണാധികാരിയായ മോദി പോലും വേണ്ടതുപോലെ ഇടപെടുന്നില്ല. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് തന്നെ അത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേവലം ഒരു പ്രസ്താവനയിലൂടെ മാത്രം ഉറപ്പാക്കേണ്ടതല്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കുള്ള പിന്തുണ. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ സൃഷ്ടിച്ചു കൊടുക്കുകയും ആ രാജ്യത്തിന് കാവൽ നിൽക്കുകയും ചെയ്ത ഇന്ത്യ തീർച്ചയായും അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവർ അനാവശ്യമായി ദുരന്തം അനുഭവിക്കുന്നെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അഴിമതിക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്ന തരത്തിൽ നമ്മുടെ നാട്ടിൽ പാടിപ്പുകഴ്ത്തപ്പെട്ട ബംഗ്ലാദേശ് വിപ്ലവം വാസ്തവത്തിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കും പീഡനത്തിനുമുള്ള ഒരു വിപ്ലവമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഇന്ത്യ കയ്യും കെട്ടി നിൽക്കാൻ പാടില്ല.